ആ സതീശ അച്ഛനാ. അച്ഛൻ പറഞ്ഞോ. ആ മോനെ, കുറച്ച് ദിവസമായി ഒരു കാര്യം പറയണമെന്ന് വിചാരിക്കുക. ഞാനീ പ്രവാസ ജീവിതം കൊണ്ട് നിർത്തിയാലോ എന്ന് ആലോചിക്കുക. കാരണം വയ്യ, മാനസികമായിട്ടും ശാരീരികമായിട്ടും വയ്യാതായി. ഇനി കുറച്ച് കാലം നിങ്ങളുടെ ഒപ്പം അങ്ങോട്ട് ജീവിക്കാമെന്ന് വിചാരിക്കണം. എന്താ മോൻ്റെ അഭിപ്രായം? എന്തിനാ വരുന്നത്? വന്നിട്ടിപ്പോൾ എന്താ ഇവിടെ എന്ത് ചെയ്യാനാണ്? ഇപ്പോൾ ഒന്നും വരണ്ട അച്ഛാ. ഒരു 5-6 വർഷം കൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി. കാരണം എന്താ വെച്ചാൽ എങ്ങളുടെ കല്യാണത്തിനെടുത്ത് കട തീർന്നിട്ടില്ല. വീടിൻ്റെ ലോണുണ്ട്. അതൊക്കെ ആര് തീർക്കാനാണ് അതൊക്കെ? ഇപ്പം ഇല്ലല്ല, ഇപ്പം ഒന്നും വരണ്ട അച്ഛൻ. ഇപ്പോഴൊന്നും വരേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് ഒരു ബൈക്ക് എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ബുള്ളറ്റ് എന്തായാലും എടുക്കണം അച്ഛൻ. അതിന് 2.5 ലക്ഷം റുപ്യ എന്തായാലും വേണം. ഇല്ലല്ല, പറ്റില്ല അച്ഛൻ. ഇപ്പോഴൊന്നും വന്നിട്ട് ഇവിടെ കാര്യമില്ല അച്ഛാ. ഇവിടെ വരേണ്ട ആവശ്യമില്ല. വേറെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അച്ഛൻ ഇപ്പോഴും വരാൻ വെച്ചാൽ. എനിക്കറിയാം മോനെ, അതുകൊണ്ടല്ല, മനസ്സിനൊരു ഭയങ്കര വിഷമം. പ്രായമൊക്കെ ആയില്ലേ, ഇനിയെങ്കിലും നിങ്ങളുടെ ഒപ്പം വന്ന് കുറച്ച് കാലം ജീവിക്കാമെന്ന് വെച്ചിട്ടാണ്. ഇനിയിപ്പോൾ എത്ര കാലം ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. കുറേ കാലമായില്ലേ പ്രവാസി ജീവിതം തുടങ്ങിയിട്ട്. ഇനിയെങ്കിലും നിങ്ങളുടെ ഒപ്പം കുറച്ച് കാലം വന്നിരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ്. അതൊക്കെ വന്നിട്ടാവാ അച്ഛാ. അതൊക്കെ ഇനി സമയമുണ്ടല്ലോ. എവിടെയും പോകണമെന്നില്ലല്ലോ ഇപ്പോൾ. അത് വന്നിട്ടാവാം. വന്നിട്ടൊക്കെ മതി. അതൊക്കെ ഇനിയും സമയമുണ്ട്. പിന്നെ ഞാനൊരു ടൂറിലാണ്. പിള്ളേർക്ക് അപ്പുറം നിൽക്കുന്നുണ്ട്. ടൂർ വെറുതെ ശല്യം ചെയ്യണ്ട അച്ഛാ. വിളിച്ചിട്ട് ഇല്ലല്ല, ടൂർ കുളമാക്കരുത് പ്ലീസ്. ശരി, ഓക്കെ 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 ഓക്കെ. അല്ല മോനെ, അല്ല ഞാൻ വരുത്തി വെച്ച കടമില്ല, ഞാൻ തന്നെ തീർക്കണല്ലോ. എന്താ ചെയ്യാ? എന്താ ചമ്മ ഒരു വിഷമം? ഒന്നും പറയണ്ടടോ. വീട്ടിലേക്ക് വിളിച്ചതാ. അവൾ ഇപ്പൊ വരണ്ടാന്നാണോ പറയുന്നത്? അവർക്കെല്ലാം സുഖമായിരിക്കല്ലേ. നമ്മളല്ലേ ഇവിടെ കഷ്ടപ്പെടും. നമ്മുടെ കഷ്ടപ്പാട് നമുക്കല്ലേ അറിയാം.